ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ലൊരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ ഒരു വിസ്ക് വെച്ചിട്ട് കുറച്ച് നേരം എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 5-8 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രീമി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ആണ്. അതൊരു കറക്റ്റ് മധുരമായിരിക്കും. കുറച്ച് നല്ല മധുരത്തിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1/2 കപ്പ് എടുത്താൽ മതി. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടണം. അപ്പോൾ നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സിയിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെയ്യലാണ്. ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അത് തന്നെയാണ്. ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണ്, ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യരുത്. ഞാനിതിൽ വീഡിയോ സ്പീഡാക്കി കാണിക്കുന്നതേ ഉള്ളൂ. പതിയെ വേണം മിക്സ് ചെയ്യാൻ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഈ മുട്ട പതപ്പിച്ചെടുത്തതൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കേക്ക് കിട്ടില്ല. അപ്പം മൈദ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓൾറെഡി കേക്ക് ടിന്നിനകത്ത് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് മൈദയൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മൈദ കറക്റ്റായിട്ട് മിക്സ് ആയിട്ടില്ലെങ്കിൽ കേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ടയായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോവാനാണ്. ഇനി ഇത് വേവിക്കാനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 30-35 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കേക്ക് ടിന്നനുസരിച്ച് സമയം ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്ന സമയത്ത് നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് ഈസി ആയിട്ട് മാറ്റാവുന്നതാണ്. അതിനുശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാലേ വീഡിയോസ് വരുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.